This is Irfan Yu, vocational teacher in DPDO, GVHSS Mambad. Let me welcome you all to the volume 14 of DPDO online classes. In this class, we will start Unit 3, Chapter 1, Advanced Technologies. This chapter basically dealing with the storage, management and processing of data over the internet. In this chapter, we will be discussing the following topics: cloud computing, concept of cloud computing and its benefits, cloud computing architecture, types of cloud computing, cloud services in relation with biometric data processing, and I'll be introducing you some popular cloud services providers like NIC, Apple and Google. After that, we will be discussing about some advanced networking technologies like wireless networks, wide area network, and software-defined networks. Finally, we will be discussing with data warehousing and data mart. We will start with our first topic, cloud computing. What I think is that there is nothing wrong if I say we all are using cloud computing. ഞാൻ പറയുകയാണ് നമ്മളെല്ലാവരും ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അതിൽ യാതൊരു മിസ്റ്റേക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളെല്ലാവരും വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ യൂസ് ചെയ്യുന്നവരാണ്. അതായത് സപ്പോസ് വി ആർ പോസ്റ്റിംഗ് എ പിക്ചർ ഇൻ ടു ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സപ്പ്, അതുമല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണെന്ന് വെക്കുക. ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സപ്പ് അല്ലെങ്കിൽ യൂട്യൂബ് ഇവരുടെ ക്ലൗഡ് സ്റ്റോറേജിലേക്കാണ് നമ്മൾ ഇൻ്റർനെറ്റ് വഴി ഈ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. Simply, we can say cloud computing is the use of network of remote servers hosted on the internet to store, manage and process data rather than a local hard disk. അതായത് ഡാറ്റ സ്റ്റോർ ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും മാനേജ് ചെയ്യാനും നമ്മുടെ സിസ്റ്റത്തിലെ ഹാർഡ് ഡിസ്ക് ഉപയോഗിക്കുന്നതിന് പകരം ഇൻ്റർനെറ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന സെർവറുകളെ ആശ്രയിക്കുന്ന രീതിയെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഓഫ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ക്ലൗഡ് സർവീസസ് ആർ ജിമെയിൽ, ഫേസ്ബുക്ക് ആൻഡ് ഗൂഗിൾ ഡ്രൈവ്. എന്തെങ്കിലും സർവീസ് നൽകാൻ ശേഷിയുള്ള വലിയ കമ്പ്യൂട്ടറുകളെയാണ് സെർവർ എന്ന് പറയുന്നത്. സർവീസസ് മേ ബി ഡാറ്റ സ്റ്റോറേജ് കപ്പാസിറ്റി or sometimes it may be computing power. ചിത്രം ശ്രദ്ധിക്കുക. ഒരു വ്യക്തി തൻ്റെ ഓഫീസിലിരുന്ന് വിവിധ വെബ്സൈറ്റുകളും വിവിധ സർവീസുകളും ഇൻ്റർനെറ്റ് വഴി ആക്സസ് ചെയ്യുന്നതാണ് ചിത്രത്തിൽ കാണുന്നത്. ഈ സർവീസുകളും ഈ വെബ്സൈറ്റുകളുമെല്ലാം വിവിധ ക്ലൗഡ് സെർവറുകളിൽ ഹോസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. ബൈ ഡെഫിനിഷൻ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഈസ് ദി on-demand availability of computer system resources on subscription basis, especially data storage, that is cloud storage and computing power, without direct active management by the user. അതായത് ഉപയോഗിക്കുന്ന ആളുടെ നേരിട്ടുള്ള മേൽനോട്ടം ഇല്ലാതെ തന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ സബ്സ്ക്രിപ്ഷനിലൂടെ കമ്പ്യൂട്ടർ സിസ്റ്റം റിസോഴ്സസ് ലഭ്യമാക്കുന്ന രീതിയെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. സാധാരണയായി ഡാറ്റ സ്റ്റോറേജ്, അതായത് ക്ലൗഡ് സ്റ്റോറേജ് അല്ലെങ്കിൽ കമ്പ്യൂട്ടിംഗ് പവർ എന്ന് പറഞ്ഞാൽ നല്ല കപ്പാസിറ്റിയുള്ള കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സറിനെയാണ് കമ്പ്യൂട്ടിംഗ് പവർ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വഴി ലഭ്യമാക്കുന്നത്. Now we will discuss the concept of cloud and the benefits of using cloud computing. The name, the cloud, came from the cloud symbol that was often used to represent the internet in flowcharts and other diagrams. പലരും ചോദിക്കുന്ന അല്ലെങ്കിൽ പലരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്,
ഈ ഒരു ടെക്നോളജിക്ക് എന്തുകൊണ്ട് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പേര് വന്നു? അതിന് ഉത്തരം പറയുകയാണെങ്കിൽ നമ്മൾ ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ നെറ്റ്വർക്കിൻ്റെ എന്തെങ്കിലും ഡയഗ്രാംസ് ഡിസൈൻസ് വരയ്ക്കുകയാണെങ്കിൽ മുൻകാലങ്ങളിൽ ഇൻ്റർനെറ്റ് രേഖപ്പെടുത്താൻ ക്ലൗഡ് സിമ്പൽ യൂസ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കമ്പ്യൂട്ടിംഗ്, അതായത് ഇൻ്റർനെറ്റ് വഴി സെർവറുകൾ കണക്ട് ചെയ്യുന്ന ഈ ഒരു കമ്പ്യൂട്ടിങ്ങിനെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് വിളിക്കാൻ കാരണം. On the other hand, we can say the cloud refers to many servers that are accessed over the internet and the resources like softwares and databases that run on these servers. അതായത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലെ ക്ലൗഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻ്റർനെറ്റിൽ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന പല വിധത്തിലുള്ള സെർവറുകൾ, അതായത് ലോകത്തിൻ്റെ പല ഭാഗത്തും സ്ഥാപിച്ചിട്ടുള്ള പല സെർവറുകൾ, അത് ഇൻ്റർനെറ്റ് വഴി നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇറ്റ് ഈസ് സിമിലർ ടു ദ റിയൽ ക്ലൗഡ് സ്കാറ്റേർഡ് ഓൺ ദ സ്കൈ. ഈ സെർവറുകളിൽ നമുക്ക് ആവശ്യമായ കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ്, അതായത് ചിലപ്പോൾ അത് ഡാറ്റാബേസ് ആവാം, ചിലപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർ ആവാം, ചിലപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ് ആവാം, അതെല്ലാം ഒരു പേ ആൻഡ് യൂസ് ബേസിസ് അത് അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ് we will look into the advantages or the benefits of using cloud computing. Cloud computingൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് മനസ്സിലാക്കണമെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ക്ലൗഡിൻ്റെ കൺസെപ്റ്റ് ശരിയായിട്ട് മനസ്സിലാക്കിയാൽ തന്നെ അതിൻ്റെ എല്ലാ അഡ്വാൻറ്റേജസും നമുക്ക് മനസ്സിലാവും. അതായത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ള റിസോഴ്സസ് അത് ആവശ്യമുള്ളപ്പോൾ മാത്രം സബ്സ്ക്രിപ്ഷൻ ബേസിസിലോ അല്ലെങ്കിൽ പേ ആൻഡ് യൂസ് ബേസിസിലോ അതെടുക്കുകയും ആവശ്യം കഴിഞ്ഞാൽ അത് തിരിച്ച് കൊടുക്കുകയും ചെയ്യുന്ന ഒരു മോഡൽ ഓഫ് യൂസേജ് ആണ്. നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ ഇതൊന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു വെബ്സൈറ്റ് ഉണ്ട്, നമ്മളൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, നമുക്കത് ഇൻ്റർനെറ്റിൽ ഡിപ്ലോയ് ചെയ്യണം. അപ്പോൾ നമുക്കുള്ള പ്രശ്നങ്ങൾ പലതാണ്. അതായത് നമുക്ക് ഈ വെബ്സൈറ്റ് 24 മണിക്കൂർ നമുക്ക് ഓൺ ആയിരിക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ അത് ഡിപ്ലോയ് ചെയ്തിട്ട് ഇൻ്റർനെറ്റിൽ ഹോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ 24 hours അത് ഓൺ ആയിരിക്കേണ്ടി വരും. പിന്നെ നമുക്ക് 24 hours ഇൻ്റർനെറ്റ് ഫെസിലിറ്റി വേണം. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ വെബ്സൈറ്റ് കൂടുതൽ പേർ ആക്സസ് ചെയ്യുകയാണെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോസസ്സിംഗ് നമുക്ക് ആവശ്യമാണ്. അങ്ങനെ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് മികച്ച സെക്യൂരിറ്റി കൊടുക്കേണ്ടി വരും. കാരണം കമ്പ്യൂട്ടർ സൈബർ ലോകത്തൊക്കെ ഇഷ്ടംപോലെ ഹാക്കേഴ്സും അതുപോലെ തന്നെ ഫിഷിംഗ് അതുപോലുള്ള കുറേ സൈബർ ക്രൈമുകൾ നടക്കുന്നതാണ്. അപ്പം ഇതെല്ലാം നമുക്ക് തനിയെ കൊടുക്കണമെങ്കിൽ നമ്മൾ നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ലക്ഷക്കണക്കിന് രൂപ നമ്മൾ ചിലവഴിക്കേണ്ടി വരും. ഇനി നമ്മൾ അതിന് പകരം ഒരു ക്ലൗഡ് പ്രൊവൈഡർ, അതായത് ഗൂഗിൾ ക്ലൗഡ് അല്ലെങ്കിൽ godaddy.com അതുപോലുള്ള ഒരു ക്ലൗഡ് സർവീസ് പ്രൊവൈഡറെ സമീപിക്കുകയാണെങ്കിൽ തുടക്കത്തിൽ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ 1000 രൂപ 2000 രൂപ ചിലവഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ പറഞ്ഞ സ്റ്റോറേജ് സ്പേസ്, കമ്പ്യൂട്ടർ പെർഫോമൻസ്, 24 hour കണക്ടിവിറ്റി, അതുപോലെ തന്നെ ആവശ്യമുള്ള സെക്യൂരിറ്റി, ഇതെല്ലാം തരാൻ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് തയ്യാറാണ്. The first advantage is the lower infrastructure and management costs for the user. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് മാനേജ്മെൻറ്റ് കോസ്റ്റ് കുറവായിരിക്കും. കാരണം വില കൂടിയ ഇൻഫ്രാസ്ട്രക്ചറുകൾ നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വഴി സബ്സ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. The second advantage is the improved performance and the third is the lower maintenance cost. The fourth, fifth and sixth benefits are respectively increased storage capacity, improved backup and recovery and increased security. അതായത് നമ്മൾ പ്രോസസ്സിംഗ് പവറാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വഴി എടുക്കുന്നതെങ്കിൽ നമുക്ക് പ്രോസസ്സിംഗ് പവർ കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് വർദ്ധിക്കുന്നതെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി വർദ്ധിക്കും. അതുപോലെ തന്നെ ബാക്കപ്പ്, ഡാറ്റ ബാക്കപ്പ്, റിക്കവറി, സെക്യൂരിറ്റി ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ക്ലൗഡ് പ്രൊവൈഡർ, അതായത് നമ്മൾ ഏത് പ്രൊവൈഡറാണോ നമ്മൾ ചൂസ് ചെയ്തത്, ഇറ്റ് ക്യാൻ ബി ഗൂഗിൾ ക്ലൗഡ്, ആമസോൺ ക്ലൗഡ്, ഏത് ക്ലൗഡ് പ്രൊവൈഡറാണോ നമ്മൾ ചൂസ് ചെയ്തത് അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നെക്സ്റ്റ് ഈസ് ബേസിക് ക്ലൗഡ് ആർക്കിടെക്ചർ. അതായത് ഏത് ഒരു ക്ലൗഡ് സർവീസിൻ്റെയും ബേസിക് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ് അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. At the most simplest level, any cloud service
consists of three parts: a front end, a back end, and a network to connect front end and back end. For example, we will take the case of processing Aadhaar card. The place where we give our demographic and biometric data is called the front end. And at the back end, we have a cloud service called Meghraj Cloud, where the data collected at the front end is transferred and stored permanently. The network used to connect this front end and back end is Internet. So, what is the front end? The front end consists of user computer. The user computer will contain the interface and applications required to access the cloud service. അതായത് യൂസറുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ അതർ ഡിവൈസസിനാണ് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. ഫ്രണ്ട് എൻഡിൽ എപ്പോഴും യൂസർക്ക് ക്ലൗഡ് സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഇന്റർഫേസസ് അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഫ്രണ്ട് എൻഡ് സിസ്റ്റം ബാക്ക് എൻഡ് സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യേണ്ടതുള്ളത് കൊണ്ടാണ് ആധാർ പ്രോസസ്സിങ്ങിന് പ്രത്യേകം ലൈസൻസ് ഉള്ള ഫിംഗർ പ്രിന്റ് സ്കാനറും ഐറിസ് സ്കാനറും ഫേസ് റെക്കഗ്നിഷൻ സ്കാനറും എല്ലാം വേണമെന്ന് ഗവൺമെന്റ് നിർദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ബാക്ക് എൻഡ്. Back end refers to the cloud itself. It contains all the computers, servers, storage devices, and other services that make up the cloud. That means back end എന്ന് പറഞ്ഞാൽ ക്ലൗഡ് തന്നെയാണ്. ക്ലൗഡ് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായ കമ്പ്യൂട്ടേഴ്സ്, സ്റ്റോറേജ് ഡിവൈസസ്, സെക്യൂരിറ്റീസ്, അതുപോലെ തന്നെ മറ്റു ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, ഇതെല്ലാം അടങ്ങിയ ഒരു സംവിധാനത്തെയാണ് ബാക്ക് എൻഡ് എന്ന് പറയുന്നത്. നമ്മൾ ആധാർ പ്രോസസ്സിൻ്റെ സ്റ്റേജ് എടുക്കുകയാണെങ്കിൽ മേഘ്രാജ് ക്ലൗഡിൽ നിങ്ങളുടെ ഡാറ്റ എത്തി അവിടെ സ്റ്റോർ ചെയ്യുന്നതോടെയാണ് ആക്ച്വൽ ആധാർ പ്രോസസ്സിംഗ് തുടങ്ങുന്നതും നിങ്ങൾക്ക് ആധാർ നമ്പർ ലഭിക്കുന്നതും നിങ്ങളുടെ ആധാർ കാർഡ് വെരിഫൈ ചെയ്ത ശേഷം ഇഷ്യൂ ചെയ്യുന്നതും. തേർഡ് കോമ്പണൻ്റായ നെറ്റ്വർക്ക് കണക്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും കണക്ട് ചെയ്യുന്നത്. Usually the network will be the internet itself. Okay, so the front end and back end are connected on demand. On demand means ആവശ്യമുള്ളപ്പോൾ മാത്രമേ ആ കണക്ഷൻ ഉണ്ടാവുകയുള്ളൂ. Next we will study the types of cloud services. Cloud servicesനെ നമുക്ക് രണ്ട് വിധത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമതായിട്ട് എങ്ങനെയാണ് ക്ലൗഡ് സർവീസ് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി എന്ത് തരം സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാവും. ബേസ്ഡ് ഓൺ ഡിപ്ലോയ്മെന്റ് മോഡൽ വി ക്യാൻ ഹാവ് പബ്ലിക് ക്ലൗഡ്, പ്രൈവറ്റ് ക്ലൗഡ് ആൻഡ് ഹൈബ്രിഡ് ക്ലൗഡ്. പബ്ലിക് ക്ലൗഡ് കൊണ്ട് അർത്ഥമാക്കുന്നത് പബ്ലിക്കിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്ലൗഡ് സർവീസാണ്. ഈ ക്ലൗഡ് സർവീസാണ് ഏറ്റവും അധികം എക്കണോമിക്കലായിട്ടുള്ള ക്ലൗഡ് സർവീസ്. എന്നാൽ പ്രൈവറ്റ് ക്ലൗഡ് പൊതുജനങ്ങൾക്ക് നേരിട്ട് ആക്സസ് ചെയ്യാൻ അവൈലബിൾ ആയിരിക്കില്ല. മേഘ്രാജ് ക്ലൗഡ്, ആധാർ സിസ്റ്റം യൂസ് ചെയ്യുന്ന മേഘ്രാജ് ക്ലൗഡ് ഒരു പ്രൈവറ്റ് ക്ലൗഡിന് ഉദാഹരണമാണ്. പ്രൈവറ്റ് ക്ലൗഡ് വളരെ എക്സ്പെൻസീവ് ആണ്. വലിയ ഓർഗനൈസേഷൻ, അതായത് സെൻസിറ്റീവ് ഡാറ്റാസ് യൂസ് ചെയ്യുന്ന വലിയ ഓർഗനൈസേഷന് മാത്രമേ പ്രൈവറ്റ് ക്ലൗഡ് അഫോർഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഹൈബ്രിഡ് ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മിക്സ്ചർ ഓഫ് ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ക്ലൗഡ്. The second classification of cloud service is based on the services provided by the cloud computing. ഇവിടെ നമുക്ക് മൂന്ന് തരം ക്ലാസിഫിക്കേഷൻസ് ആണുള്ളത്. ഇൻഫ്രാസ്ട്രക്ചർ എസ് എ സർവീസ്, അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം എസ് എ സർവീസ്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എസ് എ സർവീസ്. IaaS അതായത് ഇൻഫ്രാസ്ട്രക്ചർ എസ് എ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IT ഇൻഫ്രാസ്ട്രക്ചർ റെന്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഫോർ എക്സാമ്പിൾ വി ക്യാൻ റെന്റ് നെറ്റ്വർക്ക്സ്, കമ്പ്യൂട്ടേഴ്സ്, സ്റ്റോറേജ് ഡിവൈസസ് യൂസിങ് ദിസ് ടൈപ്പ് ഓഫ് ക്ലൗഡ് സർവീസസ്. Platform as a service means it provides the databases, operating system and other tools required for software development, testing and management.
മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, അതായത് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്നാൽ ഉദ്ദേശിക്കുന്നത് സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലൗഡ് സർവീസിനെയാണ്. ഒരു ഉദാഹരണത്തിന് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ, അറ്റൻഡൻസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ, ഇതുപോലെ ആപ്ലിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലൗഡ് സർവീസിനെയാണ് നമ്മൾ പൊതുവെ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. Next, I will introduce you some of the popular cloud service providers like NIC, Google and Apple. NIC, National Informatics Center, is a government-owned cloud service provider. The Meghraj cloud used by the Aadhaar system is coming under NIC. Education, training, അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അഗ്രികൾച്ചർ, ഓഫീസ് ഓട്ടോമേഷൻ, ഹെൽത്ത് കെയർ, ഈ മേഖലകളിലെല്ലാം NIC ക്ലൗഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ, ആപ്പിൾ എന്നിവ കൊമേഴ്ഷ്യൽ ക്ലൗഡ് സർവീസ് പ്രൊവൈഡേഴ്സാണ്. ആപ്പിളിൻ്റെ iTunes, അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ Gmail എന്നിവയെല്ലാം വളരെ പോപ്പുലറായിട്ടുള്ള ക്ലൗഡ് സർവീസസിന് ഉദാഹരണങ്ങളാണ്. അടുത്തതായി നമുക്ക് ബയോമെട്രിക് ഡാറ്റ പ്രോസസ്സിംഗുമായി ബന്ധപ്പെട്ട ചില ക്ലൗഡ് സർവീസസ് പരിചയപ്പെടാം. ആധാർ സിസ്റ്റം മേഘ്രാജ് എന്നറിയപ്പെടുന്ന ക്ലൗഡ് സർവീസാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും കേട്ടിരിക്കും ആരോഗ്യ സേതു ആപ്പ്. ആരോഗ്യ സേതു ആപ്പ് യൂസ് ചെയ്യുന്നത് നാഷണൽ ഹെൽത്ത് സ്റ്റാക്ക്, അതായത് NHS ക്ലൗഡ് സർവീസസ് ആകുന്നു. അതുപോലെ തന്നെ ഓഫീസുകളിലും മറ്റും എംപ്ലോയി അറ്റൻഡൻസ് മാനേജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബയോമെട്രിക് അറ്റൻഡൻസ് സിസ്റ്റം ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വഴി നമുക്ക് സെൻട്രലൈസ് ചെയ്യാവുന്നതാണ്. അതുമൂലം രാജ്യത്തിൻ്റെ വിവിധ ഏരിയകളിലുള്ള ഓഫീസിലെ അറ്റൻഡൻസ് ഒരു സെൻട്രൽ ലൊക്കേഷനിൽ ഇരുന്ന് നിരീക്ഷിക്കാവുന്നതാണ്. നമുക്കറിയാം ഇന്ന് ക്ലൗഡ് സർവീസ് വളരെയധികം പോപ്പുലറാണ്. പല ക്ലൗഡ് സർവീസുകളും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഒരേ സമയം യൂസ് ചെയ്യുന്നത്. ആധാർ പ്രോസസ്സിംഗ് ആയാലും സോഷ്യൽ മീഡിയ ആയാലും മറ്റു ക്ലൗഡ് സർവീസുകളായാലും ഇത്രയും അധികം ആൾക്കാരെ ക്ലൗഡ് സർവീസ് സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതായത് ഓരോ ക്ലൗഡ് യൂസർക്കും കൃത്യമായ സേവനം ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലൗഡ് സർവീസ് പ്രൊവൈഡേഴ്സും ക്ലൗഡ് യൂസേഴ്സുമെല്ലാം വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നെറ്റ്വർക്കിംഗ് ടെക്നോളജി ക്ലൗഡ് സർവീസിനോടൊപ്പം യൂസ് ചെയ്യുന്നു. വയർലെസ് നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്സ്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് നെറ്റ്വർക്ക്സ് തുടങ്ങിയവ ഇതിൽ ചിലത് മാത്രമാണ്. ഇന്ന് വളരെയധികം പോപ്പുലറായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ രീതിയാണ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ രണ്ട് കമ്പ്യൂട്ടറുകൾ അല്ലെങ്കിൽ രണ്ട് ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കേബിൾസ് യൂസ് ചെയ്യേണ്ടതില്ല. അതിനു പകരം ഇൻഫ്രാറെഡ്, റേഡിയോ, മൈക്രോ തുടങ്ങിയ വേവ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. വയർലെസ് ഫിഡിലിറ്റി അഥവാ വൈഫൈ നെറ്റ്വർക്ക്സ് വയർലെസ് നെറ്റ്വർക്കുകൾക്ക് ഒരു മികച്ച ഉദാഹരണമാണ്. ഇവിടെ റേഡിയോ വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വൈമാക്സ് നെറ്റ്വർക്ക്, അവിടെ യൂസ് ചെയ്യുന്നത് മൈക്രോവേവ്സ് ആണ്. വളരെ ചെറിയ അകലത്തിലുള്ള വയർലെസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ ഇൻഫ്രാറെഡ് റേസും യൂസ് ചെയ്യാറുണ്ട്. വളരെ വലിയ ഏരിയ കവർ ചെയ്യുന്ന നെറ്റ്വർക്കുകളെയാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇന്ന് തൊട്ടടുത്ത സിറ്റികളെയും തൊട്ടടുത്ത സ്ഥലങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് വയർലെസ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് സംവിധാനം ലഭ്യമാണ്. ഇന്ത്യൻ റെയിൽവേ നെറ്റ്വർക്ക് അതല്ലെങ്കിൽ BSNL തുടങ്ങിയവ വൈഡ് ഏരിയ നെറ്റ്വർക്കിന് ഉദാഹരണം. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു പുതിയ നെറ്റ്വർക്കിംഗ് ടെക്നോളജിയാണ് സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് നെറ്റ്വർക്ക്സ്. സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് നെറ്റ്വർക്ക് അഥവാ SDN is a dynamic, flexible and programmatically configurable network configuration. അതായത് മുൻകാലങ്ങളിൽ നമ്മൾ നെറ്റ്വർക്ക് എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ നെറ്റ്വർക്കിൻ്റെ ഹാർഡ്വെയർ, അതായത് റൗട്ടർ അതുപോലുള്ള ഹാർഡ്വെയർസ്, കേബിൾസ് എല്ലാം ഒരു കോൺഫിഗറേഷൻ ചെയ്തു വെക്കും. ആ കോൺഫിഗറേഷനിലൂടെ നെറ്റ്വർക്കിംഗ് വർക്ക് ചെയ്യും. പക്ഷേ
സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് rather than hardware, the network is controlled by the software, so we can dynamically and flexibly change the direction of network at any time, and that will give lot of flexibility to the network. That means നെറ്റ്വർക്കിൽ വരുന്ന ചേഞ്ചസ് നമ്മൾ മാനുവലി ചെയ്യേണ്ടതില്ല, അത് ഓട്ടോമാറ്റിക്കലി സോഫ്റ്റ്വെയർ ചെയ്തുകൊള്ളും. ഇതുപോലെ നെറ്റ്വർക്കിങ്ങിലായാലും കമ്മ്യൂണിക്കേഷനിലായാലും സ്റ്റോറേജിലായാലും മറ്റു പ്രോസസ്സുകളിലായാലും ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികളുടെ ഒരു കോമ്പിനേഷൻ ഉള്ളത് കൊണ്ടാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇന്ന് ഇത്രയും സക്സസ് ആയിരിക്കുന്നത്. നമുക്കെല്ലാം ഡെയിലി യൂസിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം തുടങ്ങിയവയെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠിക്കുകയുണ്ടായി. ഒരു ബിസിനസ്സിൻ്റെ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ആ ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ്, ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഉപാധിയാണ്. അതുപോലെ ഒരു ഓർഗനൈസേഷൻ്റെ ഡാറ്റാസ് മാനേജ് ചെയ്യാനുള്ള മറ്റൊരു ഉപാധിയാണ് ഡാറ്റ വെയർഹൗസിംഗ്. വിത്ത് എ ഡിഫറൻസ്, data warehousing is used for analysis and reporting purpose. Data warehousing യൂസ് ചെയ്യുന്നത് ഡാറ്റ അനലൈസ് ചെയ്യാനും റിപ്പോർട്ട് തയ്യാറാക്കാനും ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ് ഇൻ്റലിജൻസ് ഡിസിഷൻസ് എടുക്കുവാനും വേണ്ടിയാണ്. ഡാറ്റ വെയർഹൗസ് ഈസ് എ ലാർജ് സിംഗിൾ സോഴ്സ് ഓഫ് ഡാറ്റ ട്രൂത്ത് ക്രിയേറ്റഡ് ഫോർ റിപ്പോർട്ടിംഗ് ആൻഡ് അനാലിസിസ് പർപ്പസ്. ദാറ്റ് ഈസ് ഡാറ്റ വെയർഹൗസ് ഒരു വലിയ ഡാറ്റാ സോഴ്സ് ആണ്. ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അനാലിസിസ് ആൻഡ് റിപ്പോർട്ടിംഗ് പർപ്പസ്, അതുവഴി ബിസിനസ് ഇൻ്റലിജൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആകുന്നു. ദ സെക്കൻഡ് പോയിന്റ് ഈസ് ദാറ്റ് ഡാറ്റ വെയർഹൗസ് ഈസ് സബ്ജക്റ്റ് ഓറിയൻറ്റഡ്. ദാറ്റ് ഈസ് ഡാറ്റ വെയർഹൗസ് കണ്ടെയ്ൻ ഡാറ്റ ഫ്രം ഹെട്രോജനസ് സോഴ്സസ് അബൌട്ട് ഡിഫറെൻറ്റ് സബ്ജക്ട്സ്. അതായത് ഡാറ്റ വെയർഹൗസ് എപ്പോഴും സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും. ഡാറ്റ വെയർഹൗസിലുള്ള ഡാറ്റ ഒരു ബിസിനസ്സിൻ്റെ പല സോഴ്സുകളിൽ നിന്നുള്ള ഡാറ്റ ആണെങ്കിലും അതെല്ലാം ഡിഫറെൻറ്റ് സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഡാറ്റ ആയിരിക്കും. അനദർ ഡിഫറൻസ് ബിറ്റ്വീൻ ഡാറ്റ വെയർഹൗസിംഗ് ആൻഡ് ഡാറ്റാബേസ് ഈസ് ദാറ്റ് വൈൽ ഡാറ്റ വെയർഹൗസിംഗ് സ്റ്റോഴ്സ് less normalized data, database stores highly normalized data. അതായത് ഡാറ്റാബേസ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് അതിൻ്റെ തേർഡ് നോർമൽ ഫോമിലാണെങ്കിൽ ഡാറ്റ വെയർഹൗസിംഗ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് സെക്കൻഡ് നോർമൽ ഫോമിലാണ്. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡാറ്റാബേസ് യുണീക്ക് കീ, പ്രൈമറി കീ തുടങ്ങിയ ഡാറ്റ കൺസ്ട്രെയിൻസ് യൂസ് ചെയ്ത ശേഷം ഡാറ്റ റിപ്പീറ്റേഷൻ ഒഴിവാക്കിയ ശേഷമാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. എന്നാൽ ഡാറ്റ വെയർഹൗസിംഗ് ഇതുപോലുള്ള റിപ്പീറ്റേഷൻസ് എല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നു. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് ഡാറ്റ വെയർഹൗസ് ഫോളോസ് ETL ഫ്രെയിംവർക്ക്, ദാറ്റ് ഈസ് എക്സ്ട്രാക്ട് ട്രാൻസ്ഫോം ലോഡ് ഫ്രെയിംവർക്ക്. ദാറ്റ് ഈസ് എക്സ്ട്രാക്ട് ഡാറ്റ ഫ്രം ഡിഫറെൻറ്റ് ബിസിനസ് യൂണിറ്റ്സ്, transform the data into a single format and then load into the data warehouse. As we can see in the picture, staging is the process of transforming data into a single format before loading into the data warehouse. വിവിധ സോഴ്സുകളിൽ നിന്നും ഡാറ്റ ശേഖരിച്ച ശേഷം അത് ഡാറ്റ വെയർഹൗസിൽ ലോഡ് ചെയ്യുന്നതിന് മുമ്പ് അത് ഒരു സിംഗിൾ ഫോർമാറ്റിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് സ്റ്റേജിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡാറ്റ മാർട്ട് എന്താണെന്ന് നോക്കാം. ഡാറ്റ മാർട്ട് ഈസ് എ സബ്സെറ്റ് ഓഫ് ഡാറ്റ വെയർഹൗസ് ആൻഡ് ഇറ്റ് ഡീൽസ് വിത്ത് ഓൺലി വൺ സബ്ജക്റ്റ്. അതായത് നമ്മൾ കണ്ടു ഡാറ്റ വെയർഹൗസ് എന്നാൽ അതൊരു സിംഗിൾ ലാർജ് ഡാറ്റ സ്റ്റോറേജ് ആണ്. അത് മൾട്ടിപ്പിൾ സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡാറ്റ മാർട്ട് ഈ ഡാറ്റ വെയർഹൗസിൻ്റെ ഒരു ചെറിയ സബ്സെറ്റ് മാത്രമാണ്. അതായത് ഒരു ഡാറ്റ വെയർഹൗസിൽ
ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ സെയിൽസ് ഡാറ്റ, ഓപ്പറേഷണൽ ഡാറ്റ, സർവീസ് ഡാറ്റ, പ്രൊഡക്ഷൻ ഡാറ്റ, ഫിനാൻഷ്യൽ ഡാറ്റ തുടങ്ങിയ എല്ലാ ഡാറ്റകളും ഉണ്ടെങ്കിൽ അതിൻ്റെ ഓരോ സബ്സെറ്റ് ഓരോ ഡാറ്റ മാർട്ടായി പരിഗണിക്കുകയും അങ്ങനെ സെയിൽസ് ഡാറ്റ മാർട്ട്, ഫിനാൻസ് ഡാറ്റ മാർട്ട്, പ്രൊഡക്ഷൻ ഡാറ്റ മാർട്ട് അങ്ങനെ ഓരോ സബ്ജക്റ്റ് ബേസ് ആയിട്ടായിരിക്കും ഡാറ്റ മാർട്ട് ഉണ്ടായിരിക്കുക. Next point is that data mart is simple and it will fetch data only from a few resources. That is, data mart വളരെ സിമ്പിൾ ആണ്. അത് വളരെ കുറച്ച് റിസോഴ്സിൽ നിന്നും മാത്രമേ ഡാറ്റ എടുക്കുകയുള്ളൂ. ചിലപ്പോൾ അത് ഡാറ്റ വെയർഹൗസിൽ നിന്നാവും ഡാറ്റ എടുക്കുന്നത്, ചിലപ്പോൾ ഓപ്പറേഷണൽ ഡാറ്റാബേസിൽ നിന്നാവും, ചിലപ്പോൾ ഏതെങ്കിലും എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നും ഡാറ്റ എടുക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് അസൈൻമെൻറ്റ് സെഷനിലേക്ക് കിടക്കാം. അസൈൻമെൻറ്റ് സെഷനിൽ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, ലോങ് ആൻസർ ക്വസ്റ്റ്യൻ, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ എന്നിവയുണ്ട്. ഇതിൻ്റെ എല്ലാം ആൻസറുകൾ വൃത്തിയായിട്ട് എഴുതി നിങ്ങളുടെ വൊക്കേഷണൽ ടീച്ചറെ നിർബന്ധമായിട്ടും കാണിക്കേണ്ടതാണ്. വിത്ത് ദാറ്റ് ഐ ആം ഫിനിഷിംഗ് മൈ സെഷൻ. I once again thank you all for your time.